ജിൻഡോ, ഈ പ്രതിപക്ഷ നേതാവ് പുറത്തു വരാൻ പോകുന്നു എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ വലിയ വാർത്തകളിലൊന്ന് ഇതാണോ? അല്ല, ഞങ്ങൾ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയും വാർത്തകൾ ഇത് മാത്രമല്ല, ഇതുപോലെ പല വാർത്തകൾ ഇനി വരാനിരിക്കുകയാണ്. ഇപ്പോ ഒരു കാര്യം മനസ്സിലായല്ലോ, ഇപ്പോ ഈ കെട്ടിയ ഭാര്യയെ പാതിരാത്രിക്ക് ഉപേക്ഷിച്ചു പോയ കാക്കി കിട്ട ആളുടെ ഗോശാലയിലേക്കാണ് ഈ വിത്തുകാളങ്ങളെ കൊണ്ടുപോയി BJP കെട്ടേണ്ടതെന്നുള്ള ബോധ്യം BJPക്ക് വന്നിട്ടുണ്ടാവും. കെ സുരേന്ദ്രനും RSSനും കിട്ടിയ കോഴിപ്പങ്കാണ് കൃഷ്ണകുമാറിന്റെ. ഇനി ഇതുപോലെ പലതും വരാനുണ്ട്. അപ്പോ പൊളിറ്റിക്കൽ മൊറാലിറ്റി എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്കും എല്ലാ നേതാക്കന്മാർക്കും വേണ്ടതാണ്. പക്ഷേ അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ, സമരങ്ങൾ നടത്തുമ്പോൾ അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നവരുടെ കൂടി ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്, അവർ കൂടി ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതാണെന്നുള്ള വാർത്തയാണ് കൃഷ്ണകുമാറിനെതിരായിട്ടുള്ള ഈ വാർത്തയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഇത് ഏറ്റെടുക്കാൻ പോകുന്നത്? നിങ്ങൾക്കെതിരെ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് വലിയ സമരത്തിന്റെ എന്താ പറയുന്നത് സംഗതിയായിട്ട് ഇവർ രംഗത്ത് വന്നിരുന്നു. തിരിച്ചും ആ നിലക്കുള്ള ഒരു പ്രതികരണം ഇതിനോട് എടുക്കാൻ പോകുന്നുണ്ടോ ജിൻഡോ? അല്ല, ഞങ്ങള് BJPയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കണമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ സമരം ചെയ്യുന്ന കാര്യമില്ലല്ലോ. അത് ആ പാർട്ടിയുടെ ഒരു നിലപാടാണ്. കോൺഗ്രസിൽ ഒരു നേതാവിനെതിരെ അത്തരത്തിൽ ആക്ഷേപം വന്നപ്പോൾ കോൺഗ്രസിന് എടുക്കാവുന്ന ഏറ്റവും അങ്ങേറ്റത്ത സംഘടനാ നടപടി ഞങ്ങൾ എടുത്തിട്ടുണ്ട്, മാതൃകാപരമായി. ഞങ്ങളെപ്പോലെ മാതൃകാപരമായ ഒരു നടപടി CPM അല്ലെങ്കിൽ BJP എടുക്കണമെന്നും ഞങ്ങൾ പറയുന്നില്ല. അതൊക്കെ അവരുടെ ചോയ്സാണ്. പക്ഷെ BJP ഇതിന് മറുപടി പറയേണ്ടി വരും. ഇതിന് മറുപടി പറയണമല്ലോ. കാരണം കാലങ്ങളായിട്ട് അവരുടെ പല കമ്മിറ്റികളും അന്വേഷിച്ച് അവരുടെ പോലീസ് സ്റ്റേഷനും കോടതിയിലൊക്കെ വിധി കൽപ്പിച്ച് ഒളിച്ചു വെച്ച ആ മൂടി വെച്ച കാര്യങ്ങൾ ഇന്ന് പുറത്തു വരുന്നു. അപ്പൊ അതിനവർ മറുപടി പറയണം. ഇതിനകത്ത് ഇപ്പൊ RSSന്റെ നേതാവ് ഗോപാലൻകുട്ടിക്ക് കൊടുത്ത പരാതി പോലും മുക്കിക്കളഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പരാതിയിൽ നിന്നാണ് മനസ്സിലാവുന്നത്. എന്ന് വെച്ചാൽ ഒരു വലിയ സംയുക്തമായ പ്രവർത്തനം ഈ പരാതി മൊത്തത്തിൽ മുക്കാൻ സംഘവും BJPയും അതിന്റെ നേതാക്കളും എല്ലാം ചേർന്നെടുത്തു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഇത് കെ സുരേന്ദ്രനും BJP സംസ്ഥാന നേതൃത്വത്തിനും RSSനും സംഘപരിവാറിനും ആകെ കൂടി വീതം വെച്ച് കിട്ടിയ പങ്കാണ്. അപ്പൊ അതിന് മറുപടി അവർ പറയണം. പിന്നെ RSS സ്ത്രീ പീഡന പരാതികളിലൊക്കെ എന്ത് നടപടി എടുക്കുന്നൊന്നും നമുക്കറിയാമല്ലോ. പതിറ്റാണ്ടുകളായി RSSന്റെ സ്ത്രീപക്ഷ നിലപാടൊക്കെ നമുക്കറിയാവുന്ന. അപ്പൊ RSSന്റെ ഭാഗത്തുനിന്ന് സ്ത്രീകൾക്ക് നീതി കിട്ടുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷയില്ല. അപ്പൊ അവരത് മൂടി വെച്ചതിലും അത്ഭുതമില്ല. പക്ഷെ ഇവര് മറ്റ് പാർട്ടികളിൽപ്പെട്ട നേതാക്കന്മാർക്ക് പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ ക്ലാസ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ ഇവരുടെ പക്ഷത്തുണ്ടായിരുന്നു എന്നുള്ള വസ്തുത ഇന്ന് പുറത്തു വരികയാണ്.